ഇന്ന് നവംബർ 30. ഇന്ന് ഇന്ത്യൻ വോളിബോൾ ഇതിഹാസം ജിമ്മി ജോർജ് ഓർമ്മയായിട്ട് ഇന്നേക്ക് 38 വർഷം തികയുന്നു. കണ്ണൂർ പേരാവൂർ ഗ്രാമത്തിൽ നിന്ന് സ്മാഷുകൾ ഉതിർത്ത് തുടങ്ങിയ ജിമ്മി ജോർജ് അതിരുകളും ആകാശങ്ങളും ഭേദിച്ച് യൂറോപ്യൻ ലീഗ് വരെ എത്തിയാണ് ഇന്ത്യൻ വോളിയുടെ ലോകമുഖമായി മാറിയത്. ജിമ്മി ജോർജ് എന്ന പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ കോർട്ടിലെ തീവ്രമായ പോരാട്ട വീര്യമാണ് തെളിയുന്നത്. എന്നാൽ ആ ശക്തിക്ക് പിന്നിൽ സ്നേഹമുള്ള മകനും സഹോദരനും മനുഷ്യസ്നേഹിയും ഒക്കെ ഉണ്ടായിരുന്നു. കായിക ജീവിതത്തിലെ തിരക്കിനിടയിലും അദ്ദേഹം കുടുംബത്തിന് വലിയ പ്രാധാന്യവും കൊടുത്തിരുന്നു. ഇന്ത്യൻ വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായി ലോകോത്തര തലത്തിൽ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. യൂറോപ്പിലെ പ്രൊഫഷണൽ ക്ലബ്ബുകളിൽ കളിക്കാനുള്ള ക്ഷണമൊക്കെ അദ്ദേഹത്തിന് ആ കാലത്ത് ലഭിച്ചിരുന്നു. അത് ഏതൊരു കായിക താരത്തിൻ്റെയും സ്വപ്നമാണ്. പക്ഷേ ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ജോർജ് ജോസഫ് ഗുരുതരമായ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നത്. കായിക ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും തന്നിലേക്ക് തിരിഞ്ഞ ആ നിർണായക ഘട്ടത്തിൽ വിദേശ ക്ലബ്ബുകളുമായുള്ള കരാറുകളെക്കുറിച്ചോ അന്താരാഷ്ട്ര മത്സരങ്ങളെക്കുറിച്ചോ അദ്ദേഹം ചിന്തിച്ചില്ല. പകരം യൂറോപ്പിലേക്കുള്ള യാത്ര ഒഴിവാക്കി. അദ്ദേഹം തൻ്റെ എല്ലാ കായിക സ്വപ്നങ്ങളെയും മാറ്റിവെച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പിതാവിൻ്റെ അടുത്ത് ഒരു സാധാരണ മകനെ പോലെ തന്നെ കൂട്ടിരുന്നു. പിതാവിന് ആശ്വാസം നൽകാനും രോഗമുക്തി നേടുന്നത് കാണാനുമാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത്. അതായിരുന്നു ജിമ്മി ജോർജിൻ്റെ ഒരു രീതി. കോർട്ടിൽ അദ്ദേഹം ഒരു യുദ്ധവീരനായിരുന്നു. പക്ഷേ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾക്കൊക്കെ വലിയ വില കൽപ്പിച്ച വികാരമുള്ള ഒരു സാധാരണ മനുഷ്യനുമായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എങ്കിലും ലോകത്തിലെ ഏറ്റവും മികച്ച 10 സ്പൈക്കർമാരിൽ ഒരാളായ ജിമ്മി ജോർജ് 1987 നവംബർ 30 ഇറ്റലിയിൽ നടന്ന ഒരു കാർ അപകടത്തിൽ അപ്രതീക്ഷിതമായാണ് 32ാമത്തെ വയസ്സിൽ വിടവാങ്ങിയത്. പക്ഷേ 10ാം നമ്പർ ജേഴ്സിയിൽ കായിക ചരിത്രത്തിൻ്റെ പ്രൗഢിക്കൊപ്പം കളം വാണ ജിമ്മിയെ 80കളിലെ ലോകത്തെ തന്നെ മികച്ച അറ്റാക്കർമാരിൽ ഒരാളായാണ് ഇന്നും ലോകം കാണുന്നത്. അമേരിക്കൻ എഴുത്തുകാരൻ ജിം ജോർജ് പറഞ്ഞതുപോലെ എങ്ങനെ തുടങ്ങുന്നു എന്നതല്ല, എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നതാണ് പ്രധാനം. വലിയ വിജയങ്ങളുടെ അമരക്കാരനാണ് ജിമ്മി ജോർജ്. അപ്പോഴും ആ മനുഷ്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വിജയം വലുതാണ്, പക്ഷേ മനുഷ്യബന്ധങ്ങളും മൂല്യങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയം സമ്മാനിക്കുന്നു എന്നും. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുമ്പോൾ നിങ്ങളുടെ വേരുകളെ മറക്കരുതെന്നും പറയുന്നു. അതേസമയം ഇപ്പുറത്ത് മറ്റൊരു വാദവുമുണ്ട്. തീർച്ചയായും പ്രൊഫഷണലിസം എന്നത്, ഒരു കായിക താരം എന്നത് തീർച്ചയായും കുടുംബത്തിന് വേണ്ടി മാത്രമല്ല പോരാടുന്നത്, രാജ്യത്തിന് വേണ്ടിയാണ്, ടീമിന് വേണ്ടിയാണ്, ക്ലബിന് വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ടീം പ്ലെയർ എന്ന നിലയ്ക്ക് ആ ബന്ധങ്ങളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അത്തരത്തിൽ പ്രൊഫഷണലിസം മറ്റൊരു തരത്തിൽ പ്രകടിപ്പിക്കണമെന്നും വാദമുണ്ട്. എന്തായാലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ നിലയ്ക്കൊക്കെ ചിന്തിക്കാനും ആണ് കഴിയുക.